നെന്മാറ സജിത കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി ഇന്ന്. പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. കടുത്ത ശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രോസിക്യൂഷൻ. ഇക്ബാൽ അറക്കൽ നൽകും വിശദാംശങ്ങൾ. ഇക്ബാൽ, എപ്പോൾ വിധിയുണ്ടാകും? ഇന്ന് രാവിലെ 11 മണിയോടുകൂടി തന്നെ പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഈ സജിത കൊലക്കേസിലെ പ്രതി ചെന്താമരയ്ക്കുള്ള ശിക്ഷാവിധി പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള വാദമാണ് ഈ ശിക്ഷയ്ക്ക് മുകളിൽ കോടതിയിൽ വെച്ച് അരങ്ങേറിയത്. പ്രതിയായിട്ടുള്ള ചെന്താമരയ്ക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടുള്ളത്. സാഹചര്യ തെളിവുകൾ, ശാസ്ത്രീയ തെളിവുകളുടെ അതുപോലെ തന്നെ സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിലാണ് പ്രതി ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. ഈ ചെന്താമരയെ ഇനി പുറംലോകത്തേക്ക് വിടുന്നത് അത് വലിയ രീതിയിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും, അവരുടെ എല്ലാം ജീവന് ഭീഷണിയാണെന്നുള്ളതാണ് പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ തന്നെ ചെന്താമരയ്ക്ക് ഈ കേസിൽ നൽകണം. ഒരിക്കലും പരോൾ ലഭിച്ച് പുറത്ത് ഇറങ്ങാൻ കഴിയാത്ത രീതിയിൽ ചെന്താമരയ്ക്ക് ശിക്ഷ നൽകണമെന്നുള്ളതാണ് പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസം കോടതിയോട് ആവശ്യപ്പെട്ടുള്ളത്. മാത്രമല്ല കൊല്ലപ്പെട്ട സജിതയുടെ കുടുംബവും പറഞ്ഞിട്ടുള്ളത് ചെന്താമരയ്ക്ക് വധശിക്ഷ നൽകണം, തങ്ങൾക്ക് സ്വസ്ഥമായി ഉറങ്ങണം, സ്വസ്ഥമായി ജീവിക്കണം, അതിന് ഈ പ്രതിയായിട്ടുള്ള ചെന്താമരയെ കടുത്ത ശിക്ഷ നൽകി ശിക്ഷിക്കണമെന്നുള്ളതാണ് സജിതയുടെ മക്കൾ പറഞ്ഞിട്ടുള്ളത്. 2019 ചെന്താമര അയൽവാസിയായിട്ടുള്ള സജിതയെ ഒരു സംശയത്തിന്റെ പുറത്ത് വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുന്നത്, തന്റെ ഭാര്യയും മകളും പിണങ്ങിപ്പോയത് സജിത കാരണമാണ് എന്നുള്ളതാണ് ചെന്താമര വിശ്വസിച്ചിരുന്നത്. ഈ പക മനസ്സിൽ കൊണ്ടു നടന്ന ചെന്താമര സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജയിലിലായിരുന്നു. അതിനുശേഷം പിന്നീട് ജാമ്യത്തിൽ പുറത്തിറങ്ങുന്നു. ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് പോത്തുണ്ടിയിലേക്ക് എത്തി സജിതയുടെ ഭർത്താവിനെയും ഭർത്തൃമാതാവായിട്ടുള്ള ലക്ഷ്മിയെയും ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയതും ചെന്താമരയാണ്. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള വിചാരണകളും ആ കേസുമായി ബന്ധപ്പെട്ട വിചാരണകളും നടക്കാനിരിക്കുകയാണ്. ഇപ്പോൾ സജിത കൊലക്കേസിലെ ശിക്ഷാവിധി ഇന്ന് പാലക്കാട്ടെ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി പ്രഖ്യാപിക്കാൻ വേണ്ടി പോകുന്നത്. ഈ വിധി എന്താണ്, ചെന്താമരയ്ക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്ന വിധി എന്താണെന്ന് അറിയാൻ വേണ്ടി സജിതയുടെയും സുധാകരന്റെയും മക്കളും ഇന്ന് പാലക്കാട് കോടതിയിലേക്ക് എത്തും. അവരെല്ലാം ഒരുപോലെ ആവശ്യപ്പെട്ടുള്ളത് ചെന്താമരയുടെ വധശിക്ഷയാണ്. ചെന്താമരയെ ഭയന്ന് സജിത കൊലക്കേസിലെ പ്രധാന സാക്ഷി പുഷ്പ ഉൾപ്പെടെയുള്ള ആളുകൾ നാട് വിട്ടു പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. പോത്തുണ്ടിയിലെ ബോയൻ നഗറിലെ പല ആളുകൾക്കും ഇപ്പോഴും വലിയ രീതിയിലൊരു ഭീതിയാണ് ചെന്താമര എന്ന് പറയുന്ന പേര് തന്നെ. അവരെല്ലാം ആവശ്യപ്പെട്ടുള്ളത് കടുത്ത ശിക്ഷ ചെന്താമരയ്ക്ക് സജിത കൊലക്കേസിൽ നൽകണം. ചെന്താമര ഇനി ഒരിക്കലും പുറത്തേക്ക് വരാത്ത രീതിയിൽ ജയിലിൽ തന്നെ തുടരുന്ന രീതിയിലുള്ള ഒരു ശിക്ഷയായിരിക്കണം ചെന്താമരയ്ക്ക് നൽകേണ്ടത് എന്നുള്ളതാണ്. ഏതായാലും രാവിലെ 11 മണിയോടുകൂടി തന്നെ പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി സജിത കൊലക്കേസുമായി ബന്ധപ്പെട്ടുള്ള ശിക്ഷാവിധിയുടെ പ്രഖ്യാപന നടപടികളിലേക്ക് കടക്കും. 11:30 മണിയോടുകൂടി തന്നെ പ്രതിയായിട്ടുള്ള ചെന്താമരയ്ക്ക് എന്താണ് സജിത കൊലക്കേസ് ലഭിക്കാൻ വേണ്ടി പോകുന്ന ശിക്ഷ എന്നുള്ളത് പുറം ലോകത്തേക്ക് എന്തായാലും എത്തും. വലിയ ഒരു കൂട്ടം തന്നെ അല്ലെങ്കിൽ വലിയൊരു സംഘം തന്നെ ഇന്ന് ഈ ശിക്ഷാവിധി കേൾക്കാൻ വേണ്ടി പോത്തുണ്ടിയിൽ നിന്ന് കോടതി പരിസരത്തേക്ക് എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ചെന്താമരയെ വീഡിയോ കോൺഫറൻസിംഗ് വഴിക്കാണ് കോടതി ഹാജരാക്കിയെങ്കിൽ ഇന്ന് ചെന്താമരയെ നേരിട്ട് തന്നെ ഇന്ന് കോടതിയിലേക്ക് എത്തിക്കും. നിലവിൽ ചെന്താമര മലമ്പുഴ ജില്ലാ ജയിലിലാണ് ഉള്ളത്. ഇയാളെ രാവിലെ 10:30 മണിയോടുകൂടി തന്നെ പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് പോലീസ് എത്തിക്കും. അതിനുശേഷം 11 മണിയോടുകൂടി തന്നെ നടപടികൾ കോടതിയിൽ ആരംഭിക്കും. 11:30 മണിയോടുകൂടി തന്നെ സജിത കൊലക്കേസിലെ ശിക്ഷ എന്താണ് ഈ പ്രതി ചെന്താമരയ്ക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്ന ശിക്ഷ എന്നുള്ളത് അറിയാൻ സാധിക്കും. ചെന്താമരയുടെ ഭാര്യ, സുഹൃത്ത്, അതുപോലെ തന്നെ സഹോദരൻ ഉൾപ്പെടെ ഈ സജിത കൊലക്കേസിൽ സാക്ഷികളായിരുന്നു. അവരെല്ലാം കോടതിയിൽ എത്തി ചെന്താമരയ്ക്ക് എതിരായി തന്നെ കോടതിയിൽ കൃത്യമായ മൊഴി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെല്ലാം ശേഷമാണ് പിന്നീട് പ്രോസിക്യൂഷന് പ്രതി ചെന്താമരയ്ക്ക് എതിരായിട്ടുള്ള ഈ കൊലപാതകം, അതുപോലെ തന്നെ തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയിട്ടുള്ള കുറ്റങ്ങൾ ചെയ്തു എന്നുള്ളത് കോടതിയോടെ ബോധിപ്പിക്കാൻ സാധിച്ചത്. ഈ കുറ്റങ്ങളെല്ലാം പ്രതി ചെയ്തു എന്ന് പിന്നീട് കോടതി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അല്പസമയത്തിനകം തന്നെ കോടതി നടപടികൾ ആരംഭിക്കും. അതിനുശേഷം എന്താണ് സജിത കൊലക്കേസിൽ പ്രതി ചെന്താമരയ്ക്ക് കോടതി വിധിക്കാൻ വേണ്ടി പോകുന്ന ശിക്ഷ എന്നറിയാൻ സാധിക്കും. ശരി, എന്തായാലും ചെന്താമരയ്ക്കെതിരായ വിധി എന്തായിരിക്കുമെന്ന് കാത്തിരുന്നറിയാം. ഇക്ബാൽ അറക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്.